നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ അതിമനോഹരമായ ഒരു ക്ഷേത്രകുളത്തിന് സമീപത്താണുള്ളത്. കേരളത്തിലെ തന്നെ അതിമനോഹരമായ ക്ഷേത്രകുളങ്ങളിൽ ഒന്നാണിത്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മുജുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രത്തിന്റെ ക്ഷേത്രകുളമാണിത്. ഇതിന്റെ ആ നിർമ്മിതി ഉണ്ടല്ലോ, കാണേണ്ട ഒരു കാഴ്ചയാണ്. അതീവ അലൗകികമായ ഒരു ദൃശ്യാനുഭവം തന്നെയാണ് ഈ ക്ഷേത്രകുളം സമ്മാനിക്കുന്നത്. ഈ ക്ഷേത്രവും നമ്മൾ അറിയേണ്ട ഒരു അതിപുരാതന ശിവക്ഷേത്രമാണ്. ഇവിടെ പരിലസിക്കുന്ന ആ കൈലാസനാഥന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് മുജുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് മുജുകുന്ന് ശ്രീ കോട്ടയിൽ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് കണ്ണൂർ ദേശീയ പാതയിൽ പിഷാരിക്കാവ് സ്റ്റോപ്പിൽ നിന്നും 4 കിലോമീറ്റർ വടക്കായി ആനക്കുളം അകലാപ്പുഴ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരുന്നു. പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ശിവക്ഷേത്രത്തിന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ഒരു നിഗൂഢതയും വശ്യതയും ചൈതന്യവുമുണ്ട്. വളരെ അപൂർവമായ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ ഒരു പുണ്യപുരാതന ഭൂമിയാണിത്. ക്ഷേത്രത്തിന്റെ 3 ഭാഗവും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഏകദേശം 10 ഏക്കറോളം വിസ്തൃതമായ നിബിഡമായ വനം കോട്ടയിൽ കാവ് എന്നറിയപ്പെടുന്നു. ഇനിയും നശിക്കാതെ അവശേഷിച്ച് നിലനിൽക്കുന്ന കന്യാവനസ്ഥലികളിൽ ഒന്നായ ഈ ഹരിതവനത്തിൽ അപൂർവ ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും ചെറുസൂക്ഷ്മ ജീവികളും ഒക്കെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ചില അപൂർവ ഇനം സസ്യങ്ങളും ഈ വനത്തിൽ ഉണ്ടത്രേ. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ശിവക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ തുടക്കത്തിൽ കണ്ട അതിമനോഹരമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പലത്തിനകത്തേക്ക് പൂജാരിമാർ ഒഴികെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രം എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. സ്വയംഭൂ ശിവലിംഗത്തിൽ പരിലസിക്കുന്ന കൈലാസനാഥൻ വാതിൽ കാപ്പവർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. മഹാശിവഭക്തനായിരുന്ന ബാണാസുരന്റെ കോട്ടയ്ക്ക് കാവൽ നിന്ന ഭക്തവത്സലനായ മഹാദേവന്റെ ഭാവമാണ് ഇവിടെ വാഴും ഭഗവാന് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വാതിൽ കാപ്പവർ എന്ന നാമം ഭഗവാൻ ഇവിടെ സിദ്ധിച്ചിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മിതിക്ക് ഏകദേശം 200 വർഷത്തെ പഴക്കവും ക്ഷേത്ര ചൈതന്യത്തിന് ദ്വാപരയുഗത്തോളം പൗരാണികതയും അനുമാനിക്കപ്പെടുന്നു. ദ്വാപര യുഗാവസാന കാലത്ത് ലോക നന്മയ്ക്കായി തപസ്സനുഷ്ഠിച്ച ഋഷീശ്വരന്മാരുടെ പ്രാർത്ഥനാ ഫലമായി മഹാദേവൻ കൈലാസതുല്യനായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച സ്ഥലമാണ് ഇത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. നിബിഡവനമായിരുന്ന ഇവിടെ മുജുകുന്ദൻ എന്ന രാജർഷി തപസ്സനുഷ്ഠിക്കുകയും അവസാനം അദ്ദേഹത്തിനു മുമ്പിൽ കൈലാസനാഥൻ, ശ്രീ പാർവതീദേവി, സുബ്രഹ്മണ്യൻ, ഗണപതി, ആദിത്യദേവൻ എന്നിവർക്കൊപ്പം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നും മാത്രവുമല്ല 5 സ്വയംഭൂ ശിലകളായി മാറുകയും ചെയ്തിട്ടാണ് ശിവകുടുംബവും ആദിത്യദേവനും അപ്രത്യക്ഷരായത് എന്നും പറയപ്പെടുന്നു. ഈ സ്വയംഭൂ ശിലകൾ മുജുകുന്ദനും മറ്റ് ഋഷിമാരും ഏറെ കാലം ആരാധിക്കുകയും ചെയ്തു. മുജുകുന്ദൻ എന്ന രാജർഷി തപസ് ചെയ്തതിനാലാണ് ഇവിടം മുജുകുന്ന് എന്നറിയപ്പെട്ടത് എന്ന് സ്ഥലമാഹാത്മ്യം പറയുന്നു. ഋഷിമാരുടെ മോക്ഷപ്രാപ്തിക്ക് ശേഷം ഈ സ്വയംഭൂ ശിലകൾ ഏറെ കാലം വെയിലും മഴയും മഞ്ഞുമേറ്റ് ഈ കൊടും കാട്ടിലങ്ങനെ കിടന്നു. അപ്പോൾ ദേവന്മാരാണ് ഇവിടെ പൂജകൾ ചെയ്തത് എന്ന വിശ്വാസമുള്ളതിനാൽ ഇവിടെ ഇപ്പോഴും രാത്രി പൂജ മനുഷ്യന്മാർ ചെയ്യാറില്ല. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് നട തുറക്കാറുമില്ല. പൂജയ്ക്കുള്ള സാധന സാമഗ്രികൾ ഒരുക്കി വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് മുമ്പ് പൂജാരി നട അടയ്ക്കുന്നത്. രാത്രികാലത്ത് ഭഗവാന് പൂജകൾ ചെയ്യുന്നത് ദേവന്മാരാണ് എന്നാണ് സങ്കല്പം.
അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഈ കാടിനകത്ത് ആരും അറിയാതെ ഈ സ്വയംഭൂ ശിലകൾ അങ്ങനെ നിലകൊണ്ടു. ഒരിക്കൽ ഒരാൾ വള്ളി മുറിക്കുവാനും വിറക് ശേഖരിക്കുവാനുമായി ഈ കാട്ടിൽ വന്നപ്പോൾ അയാളുടെ ആയുധം ഒരു ശിലയിൽ തട്ടി അതിൽ നിന്നും രക്തം വാർന്നു. ഭയന്നുപോയ ആ വ്യക്തി നാട്ടുകാരെയെല്ലാം അറിയിച്ചു. അങ്ങനെ ഇവിടെ എത്തിയ എടമന ഇല്ലത്തെ നമ്പൂതിരിയും പരിവാരങ്ങളും കാടിനകത്തെ സ്വയംഭൂ ശിലകളെല്ലാം ദർശിച്ചു. അടുത്തുള്ള മങ്ങാട്ട് എന്ന വീട്ടിലെ മാണിക്യം എന്ന സ്ത്രീയെ വിളിച്ചു വരുത്തി സ്ഥലം ശുദ്ധീകരിച്ചതിനു ശേഷം ആദ്യമായി ചൊട്ടയിലയിൽ ഭഗവാന് നിവേദ്യം സമർപ്പിച്ചു. മാണിക്യം എന്ന ഈ ഭക്തയോടുള്ള ആദര സൂചകമായി മാണിക്യം വിളി എന്നൊരു ചടങ്ങ് ഇപ്പോഴും ഉത്സവ സമയത്ത് ഇവിടെ നടക്കാറുണ്ട്. എഴുന്നള്ളത്ത് ഇവിടെ പ്രവേശിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ വാതിൽ തുറന്ന് കാടിനപ്പുറമുള്ള മങ്ങാട് വീട് ലക്ഷ്യമാക്കി മാണിക്കേ എന്ന് നീട്ടി വിളിക്കുന്നു. മറുമൊഴിയും അപ്പോൾ ഉണ്ടാകുന്നു. ഇത് പരമഭക്തിയുടെയും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെയും സന്ദേശമാണ് പങ്കുവെക്കുന്നത്. ആറാട്ട് ദിവസവും ഈ ചടങ്ങ് ഉണ്ടാകുന്നു. കുറുമ്പ്രനാട് രാജവംശത്തിൽ നിന്നും സാമൂതിരി രാജവംശത്തിനും അവിടെ നിന്നും കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരിലേക്കും ഈ പ്രദേശത്തിന്റെ അധികാരം വന്നു ചേർന്നു. സാമൂതിരി രാജവംശത്തിലെ തൃത്താലി ചാർത്തൽ എന്ന ചടങ്ങ് നടത്തിക്കൊടുത്തതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ദേശം കൊടുങ്ങല്ലൂർ രാജവംശത്തിന് സാമൂതിരി കൈമാറിയതത്രേ. കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ കാര്യസ്ഥന്മാരായിരുന്ന മങ്കൂട്ടിൽ എന്ന നായർ തറവാട്ടുകാരിലേക്ക് ക്ഷേത്രാധികാരവും ദേശപ്രമാണിത്വവും എത്തിച്ചേരുന്നത് കൊടുങ്ങല്ലൂർ തമ്പുരാൻ വഴി തന്നെയാണ്. മങ്കൂട്ടിൽ തറവാട്ടിലെ കാരണവരായിരുന്ന ശ്രീ ചാത്തുക്കുട്ടി നായർ എന്ന ഒരു മഹാഭക്തനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്ഷേത്രവും കൽമതിലും അതിമനോഹരമായ കൽപ്പടവുകളോടുകൂടിയ ക്ഷേത്രക്കുളവുമെല്ലാം നിർമ്മിച്ചത്. ഇപ്പോഴും ക്ഷേത്ര ഊരാളന്മാർ മങ്കൂട്ടിൽ തറവാട്ടുകാർ തന്നെയാണ്. അവർ കൂടി അംഗങ്ങളായ ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. ഇവിടെ അടുത്തു തന്നെയുള്ള കോവിലകം ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയെ വടക്ക് ദർശനമായും പാർവതീ സമേതനായ മഹാദേവനെ കിഴക്ക് ദർശനമായും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂവാണെങ്കിൽ അവിടെ പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രത്തോട് അഭേദ്യമായി ബന്ധമുള്ള അവിടെയും ഇവിടെയും ഒരേ സമയത്ത് തന്നെയാണ് തിരുവുത്സവം കൊണ്ടാടപ്പെടുന്നത്. നിബിഡമായ വനത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രത്തിന്റെ ചുറ്റിലുമുള്ള 10 അടിയോളം ഉയരമുള്ള ക്ഷേത്ര മതിൽ അതുല്യമായ ഒരു കാഴ്ച തന്നെയാണ്. കോട്ടവാതിലുകൾ പോലെ ഇരട്ടക്കെട്ടായി ചെങ്കല്ലിൽ പണിതീർത്ത ഈ അതിബൃഹത്തായ മതിൽ ശില്പഭംഗിയുടെ ഒരു ഉത്തമ മാതൃകയും ക്ഷേത്രത്തിന്റെ ഗതകാല പ്രൗഢിയുടെ നേർക്കാഴ്ചയുമാണ്. ആനയ്ക്ക് പോകുവാൻ പാകത്തിൽ നല്ല ഉയരമുള്ള ക്ഷേത്ര കവാടവും ഇവിടെയുണ്ട്. സാമാന്യം നല്ല വിസ്തൃതിയുള്ള ക്ഷേത്രഭൂമി ലളിത സുന്ദരമാണ്. ബലിക്കൽ പുരയിൽ നിന്നും നാലമ്പലത്തിലേക്കുള്ള വാതിൽപ്പടി വരെ മാത്രമേ ഭക്തർക്ക് പ്രവേശനമുള്ളൂ. ബലിക്കല് വളരെ ചെറുതാണ്. അത് ആദ്യം വലുതായിരുന്നു എന്നും പ്രശ്നവിധി അനുസരിച്ച് ചെറുതാക്കിയതാണ് എന്നും പറഞ്ഞു കേട്ടു. ക്ഷേത്ര ശ്രീകോവിൽ ചതുരാകൃതിയിലുള്ളതാണെന്നും അതിനു മുകളിൽ മേൽക്കൂരയില്ലെന്നും ഇവിടുന്ന് പറഞ്ഞു കേട്ടു. സ്വയംഭൂ ശിവലിംഗം അതിനാൽ തന്നെ പ്രകൃതിയുടെ എല്ലാ ആരാധനകളും ഏറ്റുവാങ്ങിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ശ്രീകോവിലിന് മുമ്പിലുള്ള തറ നമസ്കാര മണ്ഡപം തന്നെയാണ്. ഈ മണ്ഡപത്തിനേക്കാളും താഴ്ചയിലാണത്രേ സ്വയംഭൂ ശിവലിംഗം ഇവിടെ കുടികൊള്ളുന്നത്. നമസ്കാര മണ്ഡപം തറനിരപ്പിൽ തന്നെ ആയത് കാരണമാകാം അകത്തേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനം ഇല്ലാത്തത് എന്ന് ഊഹിക്കുന്നു. ഭക്തജനങ്ങളെ സകല ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് ഒരു പിതാവിന്റെ നിറഞ്ഞ വാത്സല്യം പ്രദാനം ചെയ്തുകൊണ്ട് ഈ വനത്തിനുള്ളിൽ സ്വയംഭൂ ശിവലിംഗത്തിൽ പരിലസിക്കുന്ന വാതിൽ കാപ്പവരുടെ ദർശനം അതീവ അലൗകികവും പരമാനന്ദപ്രദവും തന്നെയായിരുന്നു. ശനിദോഷങ്ങൾ മാറുവാനും സകല ശ്രേയസിനും ഈ ക്ഷേത്ര ദർശനം അതീവ ശ്രേഷ്ഠമാണ്.
ശിവകുടുംബത്തോടൊപ്പം ആദിത്യ ഭഗവാന്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ഞായറാഴ്ചകൾക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. രോഗവിമുക്തിക്കും ആയുർബലത്തിനും കോട്ടയിൽ വാഴും വാതിൽ കാപ്പവരെ തൊഴുതാൽ ശ്രേഷ്ഠമാണ് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ മതിൽക്കു പുറത്തായി ഒരു സർപ്പക്കാവുണ്ട്. നിത്യവഴിപാട് വിളക്ക് മാത്രമുള്ള ഈ സർപ്പക്കാവിൽ കുംഭം 27-ന് സർപ്പബലി, പാൽപായസം, ശർക്കരപ്പായസം, പൂക്കുലമാല, വെള്ള നിവേദ്യം, നാഗത്തിന് ചെറുപട എന്നീ വഴിപാടുകൾ ഉണ്ടാകുന്നു. കോട്ടയിൽ വാഴും മഹാദേവന് ഏറെ ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് പരിപാല പായസം. 16 ഇടങ്ങഴി അരി കൊണ്ട് തയ്യാറാക്കുന്ന ഇതിൽ 16 ഇടങ്ങഴി നിവേദ്യ ചോറിനും 1 നാഴി പായസത്തിനുമായി ഉപയോഗിക്കുന്നു. നമസ്കാര മണ്ഡപത്തിൽ 14 ഇലകളിലായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. ഭഗവാന്റെ മറ്റൊരു ഇഷ്ട വഴിപാടായ ചതുശ്ശതം, പിന്നെ ഇളനീർ അഭിഷേകം, ശംഖാഭിഷേകം, ആദിത്യ പൂജ, മലർ നിവേദ്യം, അടനിവേദ്യം, മൃത്യുഞ്ജയ ഹോമം, ശ്രീരുദ്രം ധാര, സൂക്ത പുഷ്പാഞ്ജലികൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. രാവിലെ അഭിഷേകവും മലർ നിവേദ്യവും കഴിഞ്ഞ് നട തുറന്നിട്ടാണ് ധാര നടക്കുന്നത്. എല്ലാ മലയാള മാസവും ആദ്യത്തെ വ്യാഴാഴ്ച വിഷ്ണു പൂജ നടക്കുന്നു. സാധാരണ ദിവസങ്ങളിൽ 11 മണിയോടെയാണ് രാവിലെ നട അടയ്ക്കുന്നത്. ആർഭാടങ്ങളോ ആഘോഷങ്ങളോ കലാപരിപാടികളോ ഒന്നും തന്നെ ഈ മതിൽക്കെട്ടിനകത്ത് പാടില്ല എന്നാണ് നിയമം. വൈദ്യുത ദീപങ്ങൾ പോലും ഇവിടെ അനുവദനീയമല്ല. മഹായോഗിയായ അഷ്ടമൂർത്തിയായ ദേവാദിദേവനായ മൃത്യുഞ്ജയനായ കൈലാസനാഥൻ പരിലസിക്കുന്ന ഈ ക്ഷേത്രഭൂമി നിശബ്ദത നിറഞ്ഞ പരമശാന്തിയാണ് പ്രവഹിപ്പിക്കുന്നത്. പല സമുദായങ്ങൾക്കും അവകാശങ്ങളും അധികാരങ്ങളുമുള്ള ഇവിടെ ഓരോ ചടങ്ങുകൾക്കായി 72ഓളം അവകാശികൾ ഉണ്ട്. മണ്ഡലകാലത്ത് 41 ദിവസവും തിരുവുടയാട ചാർത്തലും ചൊട്ടയിലെ നിവേദ്യവും ഉണ്ടാവാറുണ്ട്. ഈ വനത്തിനുള്ളിൽ നിന്നും ലഭിക്കുന്ന ഈ ഇല ഇവിടെ കൊണ്ടുവരാനും തിരുവുടയാട ഇവിടെ എത്തിക്കാനും വരെ അവകാശികളുണ്ട്. കുംഭം 25 മുതൽ മീനം 1 വരെയാണ് പ്രധാന ആണ്ടുവിശേഷം ആറാട്ട് ഉത്സവമായി കൊണ്ടാടുന്നത്. അനേകം താന്ത്രിക അനുഷ്ഠാനങ്ങളും അന്നദാനവും ഒക്കെ ഉത്സവ സമയത്ത് ഇവിടെ നടക്കുന്നു. പടഹാദി, അങ്കുരാദി എന്നീ 2 സമ്പ്രദായങ്ങളിലും ഉൾപ്പെടാത്ത ഉത്സവ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ഉത്സവകാലത്ത് എല്ലാ ആഘോഷങ്ങളും കലാപരിപാടികളും ഒക്കെ നടക്കുന്നത് കോവിലകം ക്ഷേത്രത്തിലാണ്. അവിടുന്ന് ഭഗവാൻ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുകയാണ് ചെയ്യുക. വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള ഇളനീർ വരവുകളും ഇളനീർ വെപ്പും ആറാട്ട് ദിവസം വൈകിട്ട് ഇവിടെ നടക്കുന്ന ഇളനീരാട്ടവുമൊക്കെ അതിശ്രേഷ്ഠമായ ഉത്സവ ചടങ്ങുകളാണ്. കുളിച്ചാറാട്ട് നടക്കുന്നതും കോവിലകം ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്നും പുറപ്പെടുന്ന മടക്കെഴുന്നള്ളത്ത് കോവിലകം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശുദ്ധികലശം നടക്കുന്നതോടെ ഉത്സവം സമാപിക്കുന്നു. പുല്ലാളൂർ മേപ്പള്ളി മനയ്ക്കാണ് ഇവിടെ താന്ത്രിക അധികാരമുള്ളത്. അതിവിശിഷ്ടമായ യാഗാവശിഷ്ടങ്ങൾ ക്ഷേത്ര പുനർനിർമ്മാണ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടത്രേ. പിന്നീടത് കന്നിമൂലയിലുള്ള കിണറിൽ നിക്ഷേപിച്ച് കരിങ്കൽ പലകകളാൽ മൂടിയാണ് ക്ഷേത്ര നാലമ്പല ചുമർ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ശ്രീ പാർവതീദേവി, ഗണപതി ഭഗവാൻ, സുബ്രഹ്മണ്യസ്വാമി, ആദിത്യ ഭഗവാൻ എന്നിവരോടൊപ്പം കൈലാസനാഥൻ വാതിൽ കാപ്പവരായി പരിലസിക്കുന്ന ഈ പുരാതന ക്ഷേത്രവും ദൃശ്യഭംഗിയുടെ അലൗകികാനുഭവം സമ്മാനിക്കുന്ന ക്ഷേത്രക്കുളവും വൃക്ഷജാലങ്ങളാൽ തിങ്ങി നിറഞ്ഞ ഈ പുണ്യവനവും ഒരിക്കലെങ്കിലും വന്നു കണ്ട് അനുഭവിക്കേണ്ട പൈതൃക സമ്പത്ത് തന്നെയാണ്. ഇവിടെ എത്തുന്ന നാം ഓരോരുത്തരും ഈ പുണ്യഭൂമിയുടെ ഹരിത സമ്പത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു പരിലസിക്കുന്ന മംഗളസ്വരൂപിയായ ശിവനാണ് എന്നിലും പ്രകാശിക്കുന്നത് എന്ന ആത്മബോധത്തിന്റെ പരമാനന്ദം സമ്മാനിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി വർത്തിക്കുന്ന ഇത്തരം ക്ഷേത്രഭൂമികൾ ഏറെ പ്രിയമുള്ള ഇടങ്ങളാണ്. ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ക്ഷേത്ര വിവരങ്ങളെല്ലാം പറഞ്ഞു തരുവാൻ തയ്യാറായ
പാരമ്പര്യ ട്രസ്റ്റി കൂടിയായ മങ്കൂട്ടിൽ ശ്രീ മധുസൂദനൻ അവർകൾക്കും മറ്റ് ക്ഷേത്രം ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഉച്ചരിച്ച അക്ഷരങ്ങൾ മുഴുവനും കോട്ടയിൽ വാഴും കൈലാസനാഥന്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. വന്ദേ ഗിരീശം ഗിരിജാസമേതം കൈലാസ ശൈലേന്ദ്ര ഗുഹാഗൃഹസ്ഥം അംഗൈ നിഷന്നേന വിനായകേന സ്കന്ദേന അത്യന്ത സുഖായമാനം. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ.